ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്നലെ നമ്മൾ കുറച്ചധികം വന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു ലൊക്കേഷൻ പറഞ്ഞു, ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറയില്ല, അത് കാണാൻ പോകാൻ പറ്റില്ല. അതിൽ തന്നെ ഇത്ര കിലോമീറ്റർ മുമ്പായിട്ട് നമ്മൾ ഹോൾട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇന്നലെ ഇവിടെ ഉണ്ട് കിടന്നു വെച്ചാൽ. പിന്നെ അത് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ചാർജ് കുത്തിയിട്ടേക്കണേന്ന് ഈ പമ്പിൽ, പെട്രോൾ പമ്പിൽ ഫുള്ളായിട്ടാണ് പവർ ബാഗ് ആകെ 2 കട്ട ഉണ്ടാകും കേട്ടോ. അത് കുത്തിയിട്ട് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ പോണത് വാട്ടർഫാൾ കാണാൻ വേണ്ടിയാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അല്ലേ വ്ളോഗ് ഇടുമ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ വായിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഏകദേശം രാവിലെ 8 മണി ആറായിട്ടുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ടെൻ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പയ്യെ ഇറങ്ങാം. നമ്മളിപ്പോൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഒരു കട കണ്ടിട്ടാ. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഹായ് भैया, आपका नाम क्या है? मेरा नाम विकास कुमार अमीन हुआ। हम जमीन के काम करते हैं, अमीन है। अच्छा। और मेरा तिलौतू घर हुआ, रोहतास जिला, बिहार। ये आपका दुकान है? ये मेरा दुकान है. ചാക്ക് മറ്റേ സ്വീറ്റ്സിൻ്റെ കേട്ടോ. നമ്മളെ ഒരു സമൂസ കാര്യങ്ങളൊക്കെ തന്നു, പിന്നെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. ഹായ്, ഇഷ്ടംമാതിരി സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. ഹായ്, आपका नाम क्या है? क्लेश. अच्छा, हमारे छोटा भाई है. नाम क्या है आपका? അവി. अच्छा. അപ്പോൾ ഇവർ നമ്മളെ വന്നോയ്ക്ക് ഇൻവൈറ്റ് ചെയ്ത് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും സന്തോഷം. നമുക്കിത് കഴിച്ചിട്ട് ഇവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. താങ്ക് യു അയ്യാ. നമ്മളിപ്പോൾ അവരോടൊക്കെ യാത്ര തന്നിട്ട് ഇറങ്ങി കേട്ടോ. പുള്ളി നമ്മൾ പോകണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാണ്. എന്നാലും സന്തോഷം കേട്ടോ. അധികം സ്വീറ്റ്സ് കഴിക്കണ്ടായിരുന്നു. നമ്മളൊരു 3-4-5 സ്വീറ്റ്സ് കഴിച്ചായിരുന്നു. രാവിലെ തന്നെ വെറും വയറ്റിലാണ് സ്വീറ്റ്സൊക്കെ കഴിച്ചത്. എന്നാലും സന്തോഷം. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ചാണം ഇങ്ങനെ പരത്തി ഉണക്കി വെക്കാണ്ട് ഇവർ കത്തിക്കാനും പിന്നെ ഇതൊക്കെ കൊടുക്കട്ടെ ഇവർ വിൽക്കാനൊക്കെ വെച്ച് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇഷ്ടം അതിനുണ്ട് ഒരുപാട് വീഡിയോകൾ കണ്ടില്ലേ, ഇങ്ങനെ മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കാണ് വീടാണ്ട. ഇവിടെ എന്തോ സ്കൂളാണോ എന്നറിയില്ല. നമ്മൾ പോണ റൂട്ടാണ്ട. ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 8 കിലോമീറ്റർ 7 കിലോമീറ്റർ എന്തോ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടാ. അപ്പോൾ ഒരു പയ്യ വന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങൾ. ഹായ് भैया, आपका नाम क्या है? मेरा नाम बिट्टू खान. आप इधर क्या है ना तुतला? इधर है, ये तुतला इधर आगे है. मैं इधर गाँव है इधर. अच्छा. इधर मुश्किल है. अच्छा. അപ്പോൾ ആളെ ഭക്ഷണം മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടാ. കാരണം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പം ഉണ്ടാവും, കുറച്ച് നേരം ഉണ്ടാവും, റെസ്റ്റൊക്കെ ചെയ്യണേക്കും. അപ്പോൾ ആൾ പോയി ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ നന്ദി, താങ്ക് യു. ഓക്കെ. हेलो, नाम क्या है आपका? अरीबा. बोलो अरीबा. अतीबा. नाम बताओ. അരീബ. അച്ഛാ, ആളുടെ കൊച്ചാട്ടാ. ഇവിടെയൊക്കെ ഒരു കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സന്തോഷം. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേട്ടാ. ഭയങ്കര സന്തോഷം. പുള്ളി നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന്. പുള്ളി ഒരു അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ലീവിന് വന്നേക്കിനാണ്. അപ്പോൾ പുള്ളി നമ്മളോട് സംസാരിച്ച് ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. പുള്ളിക്ക് മലയാളികളോട് ഭയങ്കര ഇഷ്ടമൊക്കെ എന്നൊക്കെ പറഞ്ഞാ. ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ ഒരുപാട് മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾ ഒരു ഫോറസ്റ്റിൻ്റെ ഇതിലാണ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ 3 മാസങ്ങൾക്കൊക്കെ ശേഷം മരമൊക്കെ വളർന്ന് സെറ്റാകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. അതില്ലേ ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേലി പോലെ ഉണ്ട് ഇങ്ങനെ വെച്ചേക്കണം. ഇവിടെ കൃഷി കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ആളുകൾ ആടിനെ മേച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ വന്ന വഴിക്ക് തൈയൊക്കെ നട്ടു വെച്ചിട്ടില്ലേ, അത് ഇതേപോലെ ആവും കേട്ടോ. വളർന്ന് മരങ്ങളാവും. ഈ ഒരു ഇതിന് വേണ്ടിയാണ് അവരങ്ങനെ വന്ന വഴിക്കൊക്കെ വെച്ചേക്കണ. ഇവിടെയൊക്കെ മല കാണുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയോ ഒരു മലകളാണ്. ബീഹാറിൽ ഇത്രയും ഇതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് ഒരേ ഉടുമ്പ് കൊണ്ട് അറ്റത്ത് ഞാൻ കണ്ടായിരുന്നു. 2 ഉടുമ്പ് ഇങ്ങനെ നേരായിട്ട് പോകണ്ട കേട്ടോ. ബീഹാറിൽ ഇത്രയും സെറ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പോകാൻ പോണ വാട്ടർഫാൾ അടിപൊളിയായിട്ടാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്തായാലും പോയി നോക്കാം. പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ, അതാണ്. നമ്മളെ അങ്ങനെ സ്പോട്ടിലെത്തിയേട്ടാ. ഇതാണ് സ്പോട്ട്. ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സൈക്കിൾ കയറ്റാന്നാണ് ഇവർ പറയണത്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. സൈക്കിൾ കയറ്റാൻ പറ്റുമെങ്കിൽ സൈക്കിൾ കയറ്റാം. ഇവിടെ എവിടെയും വെച്ചിട്ട് പോലും സേഫ് ആയിരിക്കുമല്ലോ, കാരണം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ.
പിടുത്തമില്ല. പിന്നെ അവിടെ വണ്ടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ജംഗിൾ സഫാരി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണ്ട. കുറേ ആൾക്കാർ കയറണ്ട ആ ഒരു വണ്ടിയിൽ. ഫോറസ്റ്റിൻ്റെ വണ്ടിയാണോന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അല്ലേ, എന്തായാലും പോയി നോക്കാം. നമ്മളെ അങ്ങനെ സൈക്കിൾ കയറ്റിയാട്ടാ. സൈക്കിൾ കയറ്റി അല്ലേ, സൈക്കിൾ ഒരു കണക്കിന് പിടിച്ച് കയറ്റിയാട്ടോ, തള്ളി കയറ്റി. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇതാണ് തോന്നണേ. എന്തായാലും ഇവിടുന്ന് കുറച്ചുള്ളൂ നാടേക്ക്. സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോകാന്ന് പറഞ്ഞൊരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് പിന്നെ നമ്മൾ കയറ്റിയത്. വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് മലകളാണ് കേട്ടോ. ഇതൊരു മലയോര പ്രദേശമാണ്. നമ്മളങ്ങനെ തുത്ല ഭവാനി വാട്ടർഫാളിൽ അവിടെ എത്തിയിട്ട് അവിടെ ഒരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ഉണ്ട് കേട്ടോ. ഇതുണ്ടില്ലേ, 2 മലകൾ വന്ന പോലെ ഉണ്ടിരിക്കണം. അതിൻ്റെ നടുക്കൊരു വെട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വണ്ടിയൊന്നും അലൗഡല്ല കേട്ടോ. ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയല്ല, ഇവിടുത്തെ ഓട്ടോയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് ഉണ്ടല്ലോ ഓരോ ഓട്ടോയിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകണം. വന്നവർക്ക് വേണമെങ്കിൽ നടന്നു വരാം കേട്ടോ. 1.5 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പയ്യെ നടന്നു വരാമെന്നുള്ളൂ. ഉണ്ടല്ലേ, നമ്മളെ അങ്ങനെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. സാധനങ്ങളൊക്കെ എല്ലാം അകത്ത് വെച്ച്. അപ്പോൾ ഇത് ഇവിടെ ഒരു പുള്ളി ഇപ്പം ഉണ്ട്. പുള്ളീനോട് ഞാൻ പറഞ്ഞത് സാധനങ്ങളൊക്കെ ഒന്ന് സേഫായി നോക്കിക്കോളാൻ. അപ്പോൾ അവിടെ അകത്ത് റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ഫുള്ള് കുരങ്ങന്മാരുടെ ശല്യമുണ്ടല്ലേ. അവിടെ കിടന്ന് കുലിങ്ങളുണ്ടല്ലേ, ഫുള്ള് കുരങ്ങന്മാരാണ്ടാ. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ കീറി നശിപ്പിച്ച് കളയും. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സാധനം ഇറക്കി വെച്ചപ്പോൾ തന്നെ അവന്മാർ ഓടി വന്ന്. അപ്പോൾ തന്നെ ഞാൻ ഓടിച്ചേട്ടാ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പോയേനെ. മറ്റേ ഫുഡ് ഐറ്റംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ട് വേണം പോകാൻ. അപ്പോൾ ടിക്കറ്റ് ഉണ്ട്, 5 രൂപ ടിക്കറ്റ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ടിക്കറ്റ് കയറി 5 രൂപ. ഹായ്, താങ്ക് യു. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് പോവാൻ. ഇപ്പം എന്തായാലും അടിപൊളിയാണ്ട. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, ചുറ്റും മലകളാണ്ട കാണാം. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. ഇത് ഫോറസ്റ്റാണ് ഫുള്ള്. ഇഷ്ടംമാതിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ്. അടിപൊളിയായിട്ട് ഈ റൂട്ട് പോകാൻ വേണ്ടി. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു ബ്രിഡ്ജാണ് കേട്ടോ കാണാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതാണ് വാട്ടർഫാൾ. ഇപ്പം വെള്ളമില്ല. എൻ്റെ പൊന്നു അടിപൊളിയായിട്ട് രക്ഷയില്ലാട്ടോ. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും, അടിയിൽ കൂടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് ഇറങ്ങാം. ഇവിടെ ആരൊക്കെയോ തീ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലേ, ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. രക്ഷയില്ലാട്ടാ, അടിപൊളിയാണ്. ഒരാഴ്ചയെങ്കിലും വന്നോട്ടാ. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. കുറച്ച് ആൾക്കാരാണ് നമുക്ക് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തേട്ടാ. എന്നാലും നമ്മൾ വന്നത് സെറ്റാണ്ടാ. അതില്ലേ, ഇതാണ് കാഴ്ച മക്കളെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ടെമ്പിൾ കയറണമെങ്കിൽ ഒരു പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മക്കളെ വാട്ടർഫാള്. രക്ഷയില്ലാട്ടാ. പക്ഷേ വെള്ളമില്ല കേട്ടോ ഈ ഒരു സമയത്ത്. അവിടെ ഒരു കുരങ്ങനെ ഇറങ്ങണം നോക്കിയേ, കുഞ്ഞിക്കുരങ്ങന്മാർ കണ്ടില്ലേ. ഇഷ്ടംമാതിരി കുഞ്ഞിക്കുരങ്ങന്മാരുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇല്ലേ, അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നിങ്ങൾ ഈ ഒരു എന്താ പറയുക, മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിക്കോട്ടോ. മഴയുടെ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ ഇഷ്ടംമാതിരി വെള്ളം ഉണ്ടാവും അവിടെ. എനിക്കൊന്നും ഈ ഒരു ഫുള്ളും വെള്ളം ഒഴിക്കോട്ടോ. ഈ കാണുന്ന ഫുള്ള് ഇല്ലേ, ഇഷ്ടംമാതിരി കുരങ്ങന്മാരെ തല്ലു പിടിക്കാനെന്ന് തോന്നണേ. ഇതുണ്ട് അമ്പലത്തിലേക്ക് പോണതിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് അങ്ങാടേക്ക് മലയിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലില്ല. ആ അവിടം വരെ ഉള്ളു കേട്ടോ. ആ ഒരു ഗുഹയുടെ ഉള്ളിലാണ് ടെമ്പിൾ. ഇതേ കുരങ്ങ് പിടിച്ചേട്ടാ. അപ്പൊ നമുക്കൊന്ന് അങ്ങാടേക്ക് ഇറങ്ങാട്ടാ. അല്ലേ, ഇതാണ്ട് അവിടെ നിന്ന് ഇത്തിരി വെള്ളം എന്നോട്. ഇവിടെ കുരങ്ങന്മാർ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മൾ ഈ ക്യാമറയൊക്കെ പൊക്കുമ്പോൾ ഒന്ന് അട്ടിച്ചെണ്ട് പോയിക്കാൻ തന്നെ പറഞ്ഞിട്ട് അതിൽ സാധനം കിട്ടൂല. ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ്ട വീഡിയോ എടുക്കണ, അല്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല കേട്ടോ. ഇപ്പം ഈ ഒരു പെണ്ണിനെ വന്ന് പിടിച്ചാണ്ടില്ലേ ആ ഒരു കുരങ്ങൻ കണ്ടില്ലേ. എങ്ങനെ ചാടാൻ പറ്റുമോ അങ്ങനെ നോക്കണിങ്ങനെ കണ്ടില്ലേ. ഇല്ല, മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി തന്നെ കേട്ടാ. ചെറിയ രീതിയിലുള്ള വെള്ളം, അധികമൊന്നുമില്ല കേട്ടാ. ओ उधर क्या है? उधर बस लास्ट वही है। लास्ट वही है। उधर क्या है? वो उधर क्या है? उधर उधर टेम्पल है। टेम्पल बस बस ऊपर नहीं जाना है। ऊपर नहीं जाएगा, बस इतना ही है। अच्छा 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 अच्छा।
നമുക്ക് എന്തായാലും ഒന്ന് മേലേക്ക് ഇറങ്ങാം. അവിടെ നിന്ന് വീഡിയോ അടിപൊളിയായിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. ഇഷ്ടംമാതിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഒരുമാതിരി മെനകെട്ട കുരങ്ങന്മാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇവിടെ ഒരു ആൾക്കാർ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാ. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ, അതാണ് ഭയങ്കര തണുപ്പുണ്ട്. അല്ല വെള്ളം ഇങ്ങനെ ഒഴുകാനായിട്ട് മേലെ കൂടെ. ഇത് കിട്ടാനൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്, എല്ലാവരും ഇറങ്ങാനായിട്ട്. എനിക്കൊന്നും വലിയ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണേ. ഇടയ്ക്ക് ഇങ്ങനെ വെട്ടണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആരെങ്കിലും കല്ലെറിഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ വന്ന് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അടുത്ത് അവിടെ ഇഷ്ടംമാതിരി കുരങ്ങൻ്റെ ശല്യം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പണിയാണ്. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ മറ്റേ സാരി കൊടുത്തിട്ട് മറ്റേ വീഡിയോ കാര്യങ്ങൾ. നല്ല തണുപ്പുണ്ട്. കാരണം ഈ ഒരു തണുപ്പത്ത് നമ്മൾ തന്നെ ജാക്കറ്റ് കാര്യങ്ങൾ ഇട്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര തണുപ്പടിക്കേണ്ട കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫുള്ളും ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങി ഷൂ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അവിടം വരെ അങ്ങനെ മേൽ വരെ ഒന്ന് പോകണം. കാരണം അവിടെ നിന്നുള്ളൊരു വ്യൂവും കൂടെ എടുക്കാൻ കേട്ടോ. നമ്മളെന്തായാലും ടെമ്പിളിനകത്ത് കയറണല്ല, കാരണം നമ്മൾ പ്രാർത്ഥിക്കാനൊന്നും കയറണല്ല. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ആരോ തീയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ചെരുപ്പൂരി ഒന്ന് ജസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അടിയിൽ ചെരുപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക് മീൻ വെട്ടണ പോലെ ഒരു വെട്ടല് കാണണ്ട കേട്ടോ. മീനുണ്ടെന്ന് തോന്നണ്ടോ. നല്ല തണുപ്പുണ്ട് ഇതിൽ ചവിട്ടിയിട്ട് പോയിട്ട്. ഇവിടെ നിന്നുള്ള വ്യൂ എന്തായാലും കൊള്ളാട്ടാ. ഒരു ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു വെള്ളം വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു ഇതില്ലാത്ത തണുപ്പാണ്. നമ്മൾ നേപ്പാളിലൊക്കെ വന്നപ്പോഴും തണുപ്പ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അത്രക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, വലിയ ഇത് ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇത്രക്കൊരു ഫീൽ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇത്ര ദിവസം മാറിയിരിക്കണോണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒരു വേറെ ടൈപ്പ് തണുപ്പാണ് കേട്ടോ. വലിയ -ഡിഗ്രി ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം 15, 14, 10 വരെയും കൂടി വന്നാൽ വരും. അവിടെ അതിലും കുറവൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. -3, -4. എന്നാലും അവിടെ നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതരം തണുപ്പാണ് കേട്ടോ. അല്ലേ, ഇവിടെ നിന്നാണ് വെള്ളം വന്നെ. ശരിക്കും നമ്മൾ വരേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് കഴിഞ്ഞ് ഒരു മെയ്, ജൂൺ ആ ടൈമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ അടിപൊളിയാണെന്ന് കേട്ടേക്കണം. ഇവിടുന്ന് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടി. ഉണ്ടല്ലേ, നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ ഇവിടം വരെ എത്തിയിട്ട് അടിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോണ്ടേ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരട്ടെ. ശരിക്കും നമ്മൾ മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ മേത്തൊക്കെ വെള്ളം അടിക്കും കേട്ടോ. ഉണ്ടല്ലേ, ചെറിയ രീതിയിലാണ് വെള്ളം വന്നെ. വെള്ളം കാര്യങ്ങൾ കുറവാണ് കേട്ടോ. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അല്ലേ, നമ്മൾ തിരിക്കാനായിട്ട് ഇവിടെ നിന്ന്. ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ വേറൊന്നുമില്ല. ഇവിടെ അടിപൊളിയാണ് കാണാൻ വേണ്ടി. നിങ്ങൾ എന്തായാലും ഒരു ദിവസം വരണം. ശരിക്കും നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കയറി വരാൻ വേണ്ടി 5 രൂപ ടിക്കറ്റ് എടുക്കണോട്ടോ. 5 രൂപ ഉള്ളൂ, നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഉണ്ടല്ലേ, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ പേരാണ് തുത്ല ഭവാനി വാട്ടർഫാൾ. ഇതിൻ്റെ മേലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ദർശനത്തിന് വേണ്ടിയാണ് ഇവിടെ കൂടുതലും വന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് അവിടെയും ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളിയാണ്. നമ്മളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. കുറച്ച് ആൾക്കാരെ കണ്ടുപിടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാണ്. ഹായ് ഹായ്, आप किधर का है? आप लोग किधर का है? ये बिहार में. अच्छा 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 अच्छा. ओ आई कैसे उधर? आपका फर्स्ट टाइम है? ഫസ്റ്റ് ടൈം. അച്ഛാ അച്ഛാ അച്ഛാ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് വന്നൊഴിക്ക് ഒരു പുള്ളി കണ്ടിട്ട് അപ്പോഴാണ് ഇവരെ കണ്ട. ഓക്കെ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഇവിടെ ഇഷ്ടംമാരെ ആൾക്കാരാണ് കേട്ടോ. അവരുടെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഞാൻ എന്ത് വീഡിയോ എടുക്കാൻ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടെടുക്കുമ്പോൾ വായിൽ വന്നതാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. പക്ഷേ എന്തെടുക്കാനാ, അപ്പോൾ അത് കാരണം കേട്ടോ മര്യാദ എടുക്കാൻ പറ്റാനാ. എന്നാലും അടിപൊളിയാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയേട്ടാ. അല്ല, സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ സെറ്റാണ്. നമ്മുടെ സാധനങ്ങൾ അതിൻ്റെ അകത്താണ് ഞാൻ വെച്ചാൽ. ഉണ്ടല്ലേ, കുരങ്ങന്മാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാൽ. ഇത് നമ്മുടെ ലഗേജ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഓ, ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും കറണ്ട് ചെയ്യാന്നൊരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു വന്നിട്ടാ. നമ്മൾ എൻട്രി ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടാ.
നമ്മുടെ സൈക്കിൾ ഇനി അതിൽ കൂടെ എടുക്കണം. അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇവിടെ നമ്മൾ ഇനി നേരെ പോകുന്നത് പട്നയിലേക്കാണ്. പട്ന ഏകദേശം ഒരു 150 കിലോമീറ്റർ മേലെ ഉണ്ട്. 200 കിലോമീറ്ററിൻ്റെ ഏകദേശം അടുത്തടുത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഈ നമ്മൾ പോണ റൂട്ട് അടിപൊളി യാത്രയാട്ടാ. അടിപൊളി റൂട്ടാണ്. അത് നോക്കി അപ്പുറം ഇപ്പുറം ഫുള്ള് കൃഷിയിടങ്ങളാണ്. അതിൻ്റെ നടുക്കൂടിയാണ് നമ്മുടെ യാത്ര. ഇവിടെയൊക്കെ ഫുള്ള് ഗ്രാമങ്ങളാണ്. ചെറിയ ചെറിയ വീടും പിന്നെ ചില വീടുകളൊക്കെ മറ്റേ മണ്ണൊക്കെ വെച്ചുണ്ടാക്കിയ വീടുകളാണ്. അതിപ്പോഴും ഇവിടെയൊക്കെയാണ് കേട്ടോ. ഫുള്ള് കൃഷിക്കാരാണ് ഈ റൂട്ടിൽ. പിന്നെ പശുവിനെ മേയ്ക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ജോലികളാണ് എല്ലാവർക്കും. നമ്മളിപ്പോൾ തുത്തല ഭവനിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടാ. അപ്പോൾ അവർ നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് ഇവരെ കണ്ടിട്ടാ. പിന്നെ പരിചയപ്പെടുത്തരാം. ഹായ് ഹായ് കരോ. ഓക്കെ आपका नाम क्या है? संजीत कुमार, संजीत. आप? धीरज, पंकज, पंकज. हिमेश कुमार, नंदन, कृष्णा कुमार, अच्छा गुंजन कुमार. अच्छा आपका नाम क्या है ബ്രോ? ഹരിത. അപ്പോൾ ഇവർ പന്നൊഴിക്ക് വണ്ടിക്ക് വന്നിട്ട് നമ്മൾ ഈ റൂട്ടാണ് വന്നത്. ഒരു ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൂടി വന്നത്. അപ്പോൾ ഇവർ വിളിച്ച് നമ്മൾ ഇൻവൈറ്റ് ചെയ്തേണ്ട. അപ്പോൾ ഓക്കെ, നൈസ് ടു മീറ്റ് യു. ओके ये गाँव का नाम क्या है? पिलोदू. ओके ये डिस्ट्रिक्ट का नाम? ബിഹാർ. ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇവർ ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാ പാർസലാക്കി. താങ്ക് യു. ഓക്കെ ജായക. താങ്ക് യു. ഇവിടെ കുറച്ച് നേരം കസേരയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ വന്നോയ്ക്ക് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ലസ്സി മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ്. അപ്പോൾ ആ കടക്കാരൻ, അതായത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നിട്ടാ. കണ്ടില്ലേ, ഇതൊരു എന്താ പറയുക, ഇതൊരു കപ്പലണ്ടിയാണ്. അതും പിന്നെ ലസ്സി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി തന്നിട്ടാ. നമുക്ക് പൈസ അതിനോട് പറഞ്ഞാൽ പിടിച്ചോന്ന് പറഞ്ഞ് തന്നു കിട്ടാണ്ടാ. ഞാൻ പറഞ്ഞു ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം. അത്യാവശ്യം വേണ്ട പിടിച്ചോളാന്ന് പറഞ്ഞു. കാരണം ഞാനൊന്നും ചോദിച്ചിട്ടില്ല പുള്ളീനോട്. പുള്ളി എനിക്ക് വെച്ച് തന്നെ കേട്ടാ. പുള്ളിയെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കണ്ട, ഞാൻ സന്തോഷം കൊണ്ട് തന്നെ കേട്ടാ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കണ്ട, നിങ്ങളല്ലാണ്ട് എന്തെങ്കിലും ഇത് ചെയ്തോ, വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷേ പുള്ളിയുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞേട്ടാ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തേനെ കേട്ടാ. എന്തായാലും സന്തോഷം. ഇതിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ബീഹാറിൽ വന്നിട്ട് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇതാണ്ട്. ഫസ്റ്റ് അല്ല, ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അവരുടെ ഒരു സന്തോഷം കൊണ്ട് വന്നിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. നമ്മുടെ യാത്രയും നമ്മുടെ ഈ ഒരു ലക്ഷ്യം അവർക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവർ നമ്മൾ സഹായിച്ചേട്ടാ. കൊള്ളാം എന്തായാലും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുപ്പുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ സ്പേസ് കിട്ടിയടാ. പട്ന പോണ റൂട്ടിലാണ്. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ലഗേജ് ഞാൻ അയച്ച് ടെൻ്റ് അടിച്ചേട്ടാ. ഇവിടെ ഞാൻ ടെൻ്റ് അടിച്ചത്. ഇതൊരു പെട്രോൾ പമ്പാണ് കേട്ടോ, HP ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. ഇവരോട് ഞാൻ ചോദിച്ചിട്ട് ഇവർ പെർമിഷൻ തന്നു. കുഴപ്പമില്ല കേട്ടാ. ചില പമ്പുകാർ മാത്രമേ ഉള്ളൂ കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ. ചില പമ്പുകാരൊക്കെ അടിപൊളിയാട്ടാ. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം. എന്തായാലും ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാനുള്ള. കാരണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക. എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാവുമല്ലോ. ശരിക്കും എനിക്ക് അപ്പുറത്തൊരു സ്പേസ് കിട്ടില്ല. അപ്പുറത്താണ് വന്നത്. അവിടെ എപ്പോഴും ഇതേപോലെ വണ്ടി വരണ്ടേ. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് മാത്രമല്ല അവർക്കൊരു ബുദ്ധിമുട്ടാവും. അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വരുമ്പോഴും പണിയാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ഇട്ട് അടുത്ത ദിവസം പറയട്ടെ. ഇപ്പോഴും നമ്മൾ നല്ലൊരു വീഡിയോ ആണ് ചെയ്തേക്കണം. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. യാത്ര അടിപൊളിയാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം കേട്ടോ. ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.